അപ്പോൾ രാവിലെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. മഴ തോർന്ന സമയമാണ്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ വെച്ച് കുടിച്ചിട്ട് പണി തുടങ്ങാമെന്ന് കരുതിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ മഴ ആയപ്പോൾ നല്ല മടിയുണ്ട് അടുക്കളയ്ക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളം വെച്ചിക്കണ്, പിന്നെ മീൻ വറ്റിക്കാണ്. അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 2 മണി ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിക്കണ്. അതിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് തോനിട്ട് കൊടുക്കും, അത് എരിവ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ കുറച്ച് തോനിട്ട് കൊടുക്കും. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പുളിവെള്ളം ഒഴിച്ചെടുക്കണം. പുളി ഇവിടെ കുറവായിക്കോളൂ കേട്ടോ. ഒരു അരക്കഷ്ണം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിൻ്റെ പുളി എന്താ പറയുക, പുളിൻ്റെ പുളി ഇല്ല, അത് വല്ലാണ്ട് പറ്റൂല അവിടെ. തക്കാളി പുളി കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ ഒഴിച്ച് നല്ല വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഇത് നെയ്മീനായതുകൊണ്ട് എണ്ണയും നെയ്യൊക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല, നല്ലോണം വറ്റിച്ച് മാറ്റി വെച്ചു. പിന്നെ കാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കണം കേട്ടോ. ഈ ചോപ്പർ ഉള്ളതുകൊണ്ട് രാവിലെ നല്ല എളുപ്പ പണി നടക്കും. ചോപ്പറിൽ 2 അടി അടിച്ചിട്ടാൽ മതി. എന്ത് പച്ചക്കറിയാണെങ്കിലും അതിലിട്ട് 4 അടി അടിച്ചു, പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ മീൻ വറ്റിച്ച് കാബേജിൽ ഉള്ളി വെളുത്തുള്ളി എല്ലാം എന്താ പറയുക, സവാളയും പച്ചമുളകും കൂടെ നല്ലോണം ഒന്ന് ചതച്ച് ഉപ്പിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ മോരല്ല മോര് കറി വെച്ചിരിക്കണം കേട്ടോ. എന്താ അറിയില്ല, വോയിസ് കൊടുക്കുമ്പോൾ തെറ്റിയിട്ടിരിക്കണം. അപ്പോൾ മോര് കറി വെച്ച് പിന്നെ കറിവേപ്പിലും മുളകൊക്കെ നല്ല വറുത്തൊരു ചമ്മന്തി അരച്ചതാണ് ഇന്നത്തെ കറി.